ഓക്കെ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ കറക്റ്റ് ഏകദേശം 6 മണി ആയിട്ടുണ്ടാവും. അങ്ങനെ കുരിയാട് ജെൻസി സ്കൂളിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഡെയിലി കളിയുള്ളത്. അപ്പോൾ ഒപ്പം കളിക്കുന്ന പ്ലേയേഴ്സുകളൊക്കെ വലിയ വലിയ പ്ലേയേഴ്സാണ്, ഒക്കെ ചെറുപ്രായക്കാരാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരു 25 മുതൽ 65 വയസ്സ് വരെയുള്ള പ്ലേയേഴ്സുകളാണ് ഒപ്പം കളിക്കുന്നത്. രാവിലെ ഡബിൾ സ്ട്രോങ് ആണ്, വാശിയാണ് കേട്ടോ. ഒക്കെ വലിയ വലിയ പഴയ പ്ലേയേഴ്സുകളാണ്. പിന്നെ കേരളത്തിൻ്റെ ക്യാപ്റ്റനും പിന്നെ അഖിലേന്ത്യ കളിക്കുന്ന പ്ലേയേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ 2 പ്ലേയേഴ്സുകളുണ്ട് ഇവിടെ. ഇവിടെ സ്റ്റാഫ് റൂമിലാണ് എൻ്റെ 2 പ്ലേയേഴ്സ്. സുബ, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെയാണ് കേട്ടോ. TSൻ്റെ മോട്ടറാണിത്. കളി കഴിഞ്ഞതിന് ശേഷം ഒരു ഫുഡുണ്ട്, അതിൻ്റെ മെയിൻ പ്രസിഡൻ്റാണിത്. എന്തൊക്കെ സുബേർക്ക, ഇന്ന് കലാമാക്കാൻ്റെ വകയല്ലേ BF? ഇന്നലെ ജെയ്സി മറന്നു വെച്ച് പോയിക്കണേ ഈ പ്ലെയർ. അപ്പം മറന്നു വെച്ച് പോയാൽക്ക് ബീഫും പൊറോട്ടയാണ്. ഇവിടെയുള്ള എല്ലാ പ്ലേയേഴ്സിനും മെയിൻ കൊടുക്കണം. അതില്ലേ ജെയ്സി മറന്നു വെച്ച വകയിൽ ഉണ്ടല്ലോ. ശിവ, ഇന്ന് കലാമാക്കാൻ വകയാണ് ഫുഡ്. ഇന്ന് എത്ര ഗോൾ വേണമെങ്കിലും അടിച്ചോ. ഇവിടെ സാധാരണ 5 ഗോൾ ആരെ അടിച്ചാൽ അവൻ്റെ വക ഫുഡ് വാങ്ങി കൊടുക്കണം. അല്ല മീൻ ഹോട്ടലിൽ പോയിക്കാണ്ടേ. സ്റ്റാർ പ്ലേയേഴ്സാണ്. വിജയക്ക, അസ്സലാമു അലൈക്കും. നല്ല ഫോമിലേനി പോയത്. ഇനിയിപ്പോ എന്താണെന്ന് പറയാൻ പറ്റില്ല. നല്ല ഫോം ഉണ്ടാവുന്ന എന്തായാലും ഓൾറെഡി ഫോമുള്ള ആളാണ്. എന്തൊക്കെ ഇന്ന് എന്റെ വക VF കിട്ടൂല, പൊറാട്ടും ഇതൊന്നും കിട്ടൂല. ഇന്ന് കലാമാക്കി ഏറ്റെടുത്ത് VF പറ്റില്ല, നമ്മൾ ഉള്ളു പറയണ്ടേ. ഇവിടെ കീപ്പർ കൂട്ടത്തില് കുറച്ചും കൂടി ബെറ്ററായിട്ട് നിൽക്കാൻ പറ്റിയ ആളുകളാണ്. ഇങ്ങനെ പൊന്തിക്കല്. ഇതാണ് ഏത് ടീമിന്റെ ഗോൾ കീപ്പറാണ് ഷിയാബ്. ഷിയാബ് ഇന്ന് തോൽക്കാറിങ്ങാനുള്ള, ഇന്ന് തോൽക്കാനുള്ള ഷിയാബ്. ഒന്നും പറയാനില്ല, ഞാനാണ് എതിർ ടീമിന്റെ കീപ്പറെ. ഹലോ ഗൈസ്, ഇപ്പോൾ ഞാൻ ജെൻസി സ്കൂളിലെ ടർഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളൊപ്പം കളിക്കുന്ന പ്ലേയേഴ്സുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ കളിക്കൽ സാധാരണ TSA എന്ന് പറഞ്ഞുള്ള തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമി എന്ന് പറഞ്ഞുള്ള ഇതാണ്. ഞങ്ങളാണ് ഒപ്പമാണ് കളിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ അറിയില്ല അഖിലേന്ത്യാ സെവൻസൊക്കെ നടത്തിയ. ഇപ്പോൾ ഞങ്ങളെ പ്രസിഡൻറ്റിൻ്റെ ഒപ്പം ഒരു 2 വാക്ക് പറയാനും വേണ്ടി മൂപ്പര് ക്ഷണിക്കുന്നുണ്ട്. സിബർക്ക് എന്തൊക്കെയാണ് നമ്മളെ പദ്ധതികൾ, അടുത്ത പദ്ധതികൾ? തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമിൻ്റെ അടുത്ത മാസം 4-ാം തീയതി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു പരിപാടി കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്ന അതിഗംഭീരമായ പരിപാടി ഈ ജെംസ് പബ്ലിക് സ്കൂൾ കൂരിയാടിൻ്റെ അതിവിശാലമായ ഓഡിറ്റോറിയം, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. തിരുവങ്ങാടി സ്പോർട്സ് അക്കാദമി 150 കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൻ്റെ ജേഴ്സിയുടെ റിലീസ്, അതിനുശേഷം മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന കളറിംഗ് കോമ്പറ്റീഷന്, അതിനുശേഷം പൊതുജനങ്ങൾക്ക് 18 വയസ്സിന് മുകളിലുള്ള മലപ്പുറം ജില്ലക്കാരായി ഏത് ആൾക്കും പങ്കെടുക്കാവുന്ന ചെസ് ടൂർണമെൻറ്റും അടുത്ത 4-ാം തീയതി ഞായറാഴ്ച ഈ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുക. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് ഗോളി നിന്ന് നോക്കണം. പരിക്കേനി ഇങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കട്ടെ, ഫോം ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കട്ടെ. ഇജടിക്കൂല, ആൻ്റെ എനിക്ക് പേടിക്കല്ല. സ്ക്രോളിങ്ങൾ നിൻ്റെ ടീമിൽ കളിച്ചാൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ
ഒരിക്കൽ ചെയ്യാൻ പാടില്ല. ഉള്ളിന്നാണോ ഫസ്റ്റത്തെ കളിയിൽ 4-5 സ്കോർ ശക്തരായ അഖിലേന്ത്യാ പ്ലേയേഴ്സ് യുവാക്കളെ തോൽപ്പിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ സാധാരണ ഉണ്ടാല് 2 കളിയാണ് ഉണ്ടാല്. ഫസ്റ്റത്തെ കളിക്ക് ഞാൻ കീപ്പർ നിന്നത്, രണ്ടാമത്തെ കളിക്കൊന്ന് കുറേ ആയി കളിച്ചിട്ട് അപ്പോൾ വയറെന്തൊക്കെ ഒന്ന് ചാടിയിക്കണേ പരിക്കേന്. ഇപ്പോൾ ഒന്ന് കയറി കളിച്ചു നോക്കി. ഫസ്റ്റത്തെ കളിക്ക് നമ്മളെ ഗോൾ കീപ്പിംഗ് എങ്ങനെയുണ്ട്? നല്ല പരിശ്രമിച്ചു, നല്ല ഗോളുകളൊക്കെ അവസരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ട് ട്രൈ ചെയ്തു. രണ്ടാമത്തെ കളിക്ക് തോൽവി ഏറ്റുവാങ്ങി. അത് ഇത്ര വാശിയില്ലാത്ത കളി ഉണ്ടായാല് പക്ഷെ എന്നാലും വാശിയോടെ കളിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ താങ്ക് യു. ഫസ്റ്റ് തലയ്ക്ക് തോൽപ്പിച്ച പ്ലെയർ ആണ്. എമാരി ഫോള് എന്ന് പറയാം, പല ഫോള് ഇങ്ങനെയാണെങ്കിൽ സമ്മതിക്കണില്ല. ഈ കളി എന്ന് പറഞ്ഞാൽ രണ്ടാം കളിയാണ്. അതായത് കാണികളൊക്കെ പോയിന് ശേഷം വെറുതെ ടച്ചാണ്. ആദ്യത്തെ കളി തോറ്റിക്കണേ, രണ്ടാമത്തെ കളി പ്രസക്തി ഇല്ല ഇവിടെ. അതാണ് ഇവിടെ സാധാരണ ഉണ്ടാണ്. എന്തൊക്കെ രണ്ടാമത്തെ കളിക്ക് ഇവിടെ സാധാരണ വാശി ഉണ്ടാവില്ല. കളി ഏതായാലും 1-2 കളിച്ചാ ജയിക്കണം, അതാണ് കളി. അല്ലാതെ ഒന്നാമത്തെ കളി രണ്ടാമത്തെ കളി തോറ്റിന്റെ ശേഷം തൊള്ള പൊട്ടിയിരിക്കുക, തോറ്റാ തൊള്ള പൊട്ടിയിരിക്കുക, വേറെ വർത്താനം. ഇവ കളി കഴിഞ്ഞ ശേഷം ഇവിടെ ഫുള്ള് ഫുഡാണ്. ഇന്നത്തെ കളി കണ്ടേ? ആദ്യത്തെ കളി രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞാൽ താറ് വാശി ഉണ്ടാവില്ല, ഓൽക്കും വേണ്ടി കളിച്ചതാണ്. ഒരു 20 മിനിറ്റ് ജസ്റ്റ്. ഞങ്ങളുടെ ക്യാപ്റ്റനാണ് മെസ്സി എന്ന് അറിയപ്പെടുന്ന ഡിഎഫിന്റെ പ്രസിഡന്റ്. എന്താ ഫസ്റ്റ് ആയിട്ട് ഗോൾ ഉണ്ട്, സൂപ്പർ ആയിട്ടാ, ഒന്നും പറയാനില്ല. ഏറ്റവും നല്ല ലഫ്രി നിലക്ക് കയറി കിട്ടിയ ആളെ ഇന്നെല്ലാം തെറ്റിച്ചു. അതല്ല ലെഫ്റ്റ് എന്ത് വിളിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കുക, പിന്നെ തർക്കിച്ച് കാണിക്കുകയല്ലേ വേണ്ടത്. അതാണ് അതിന്റെ ഞാൻ തെറ്റിട്ടില്ല, മാപ്പറയാൻ വേണ്ടി വാണിംഗ്. ഞാൻ തെറ്റിയ വാണിംഗ് വെക്കുള്ളൂ. ഓ, ഇത് കഴിഞ്ഞതിന് ശേഷം നേർക്ക് പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ ഒരു പരിപാടി ഉണ്ട് എനിക്ക്, പക്ഷേ നേരമില്ല. ഫുഡ് നാസ്താക്കാനല്ല എല്ലാ പ്ലേയേഴ്സും കൂടിയും പോയി കണ്ട് ബീഫും പൊറാട്ടയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. BF എന്നാണ് അതിന് പറയുന്നത്.
അതിന് ഞാൻ പോണില്ല. എൻ്റെ വീഡിയോ വേറൊരു വീഡിയോയിൽ വരുന്നതാണ് എൻ്റെ വീഡിയോ ആയിട്ട്. അപ്പോൾ എനിക്ക് നേരമില്ല, അതുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ അഖിലേന്ത്യ സെവൻസും പിന്നെ ലോക്കൽ സെവൻസും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ നമ്മളെ കളി ഇതുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇതെന്താ മറന്നു വെച്ച ജേഴ്സിയാ? ഇന്നലെ ഒരാൾക്ക് 2 ജേഴ്സിയാണ് ഉള്ളത്, മഞ്ഞയും റോസും. അപ്പോൾ ഇന്നലെ മറന്നു വെച്ച് കലാമാക്ക ജേഴ്സി. അപ്പോൾ ഇന്നത്തെ BF എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നാസ്ത പൊറോട്ടയും ബീഫും ചായയും ഇതൊക്കെ ഉള്ളത് മൂപ്പര് സ്പോൺസർ ചെയ്ത്. മറന്നു വെച്ചാൽ ഇവിടെ മറന്നു വെച്ചാൽ പിറ്റേ ദിവസം എന്താണ് നാസ്താണ് എല്ലാ പ്ലേസിനും. TSൻ്റെ ഒരു മെമ്പറെ വിദേശത്തേക്ക് പോവാണ്, പ്രവാസിയായ ആൾ വന്നേന്. മൂപ്പര യാത്ര ഇപ്പണത്. എന്നാ ഇസാക്ക എന്നാ പോണേ? നാളെ അല്ലേ? ഇൻഷാ അല്ലാ.